ക്രീമി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി പോള ചട്ടിപ്പത്തിരി റെഡിയാക്കി എടുത്താലോ. എന്ത് വേണമെങ്കിലും എനിക്ക് പേരിടാം. പോള എന്നോ ചട്ടിപ്പത്തിരി എന്നോ എന്ത് വേണമെങ്കിലും ഇത് പേരിടാം. പക്ഷേ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. ബോൺലെസ് ചിക്കൻ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് എടുത്തിലേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ക്യാപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ. അത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. സോഫ്റ്റ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ, ഡ്രൈ ആയി പോകരുത്. അത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു വലിയ സവാളയും അതുപോലെ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ എഗ്ലെസ് മയോണൈസ് ചേർത്ത് കൊടുക്കാൻ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തതായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ചേർത്തിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് കസൂരിമേത്തി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ ചേർക്കാം. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ 4 മുട്ടയിലേക്ക് 1 കപ്പ് പാലും കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് പൊറാട്ട വെച്ചിട്ടാണ് ചെയ്തെടുക്കുക. അപ്പോൾ പൊറാട്ടയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അതൊരു എഗ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് നെയ്യ് പുരട്ടിയിട്ടുള്ള സോസ് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കുക. കുറച്ച് മയണൈസും ആക്കി കൊടുക്കുക. ഇതേപോലെ ഞാൻ 4 പൊറാട്ടയാണ് ഇട്ടുണ്ടായിരുന്നത്. 3 ലെയർ വെച്ച് കൊടുത്തു. ലാസ്റ്റ് ലെയർ വീണ്ടും പൊറാട്ട വെച്ച് ബാക്കിയുള്ള എഗ് മിക്സ്ചർ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇത് ഓപ്ഷണലാണ്. ഇങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് 10-20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വേറൊരു പാനിൽ നെയ്യ് പുരട്ടിയിട്ട് ആ ഒരു ഭാഗം കൂടെ ഒന്ന് മൊരിപ്പിച്ചെടുക്കുക.